ഹായ് എവ്രി വൺ. ഇന്നത്തെ റെസിപ്പി ഒരു മീൻ അവിയലാണ്. ഇതിന് കൊഴുവ പീര എന്നും പറയും, പല സ്ഥലങ്ങളിൽ പല പേരാണ്. സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിപ്പോൾ. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും പിന്നെ ഇഞ്ചിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കുടംപുളിയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. കുടംപുളി ഞാൻ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളത്തിൽ. കുടംപുളി ഇടുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കുടംപുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാളംപുളി ആയാലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. പിന്നെ 2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/2 kg കൊഴുവ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കണ്ട, കാരണം കൊഴുവ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അവിയലിനൊക്കെ ചതയ്ക്കുന്ന പോലെ അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ കൊഴുവ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചതച്ച് വെച്ചേക്കുന്ന കോക്കനട്ടും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അവിയലിന് അരയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണ് അരച്ചേക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പയ്യെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കൊഴുവ ഓൾറെഡി വെന്തു. അപ്പം ഒരുപാട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാൻ തുടങ്ങും. കൊഴുവയ്ക്ക് അധികം വേവില്ല, ഒരു 5 മിനിറ്റത്തെ വേവ് മതി. ജസ്റ്റ് ഒന്ന് ആ തേങ്ങ അതിനകത്തേക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കരണ്ടി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. തേങ്ങയൊക്കെ മിക്സായി നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി ലീഫും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി, നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും, നല്ല കുത്തരി ചോറിൻ്റെ കൂടെ. So thank you for watching, and if you like the video, please like, share and subscribe.